തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ നവവധുവിനെ മർദ്ദിച്ചത് ഭർത്താവിന്റെ സുഹൃത്തെന്ന് മൊഴി. ഭർത്താവിന്റെ സുഹൃത്തായ അജാസാണ് ഇന്ദുജയെ മർദ്ദിച്ചതെന്നാണ് മൊഴി. ഭർത്താവ് അഭിജിത്തും അജാസും പോലീസ് കസ്റ്റഡിയിലാണ്. ഇരുവരുടെയും ഫോണുകൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം? ലക്ഷ്മി, അതായത് നിലവിലിപ്പോൾ പാലോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഒന്ന് മരിച്ച ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്താണ്. മറ്റൊരാൾ ഈ അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള അജാസ് ആണ്. പെരിങ്ങമല സ്വദേശിയാണ്. ഇരുവരും ഒരുമിച്ച് 10ാം ക്ലാസ് മുതൽ പഠിച്ച സുഹൃത്തുക്കളാണ്. ഇവർ നിലവിൽ അതായത് ഇന്ദുജയെ ഇന്നലെ ഇൻക്വസ്റ്റ് നടപടി നടത്തുന്ന സമയത്താണ് മൃതദേഹത്ത് പാടുകൾ കാണുന്നത്, മർദ്ദനമേറ്റതിന്റെ പാടുകൾ. അതൊന്ന് കണ്ണിനടുത്തായിട്ടും മറ്റൊന്ന് തോളിന്റെ ഭാഗത്തുമായിട്ടാണ് ഈ പാടുകൾ കാണുന്നത്. അത് കൂടുതൽ സംശയം ബലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഭർത്താവായിട്ടുള്ള അഭിജിത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സുഹൃത്തിലേക്ക് ഉൾപ്പെടെ എത്തുന്നത്. ഒപ്പം തന്നെ ഈ ഫോൺ ഉൾപ്പെടെ ഇന്ദുജയുടെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിശോധിച്ച ഘട്ടത്തിൽ അവസാനമായി ഫോൺ വിളിച്ചിട്ടുള്ളത് ഈ അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള അജാസിനെയാണ്. അങ്ങനെയാണ് അജാസിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അജാസ് പോലീസിനോട് പറയുന്നത്, അതായത് 2 ദിവസം മുമ്പ്, ഈ മരണത്തിന് 2 ദിവസം മുമ്പ് ഇരുവരും ഈ ഇന്ദുജയും കൂട്ടി സിറ്റിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യാത്രക്കിടയിലാണ് കാറിൽ വെച്ച് ഈ അജാസ് ഈ യുവതിയെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അജാസ് പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ ഭർത്താവായിട്ടുള്ള അഭിജിത്ത് ഈ കാര്യം സമ്മതിക്കുന്നില്ല പോലീസിന് മുമ്പിൽ. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. ഒപ്പം തന്നെ പോലീസ് ഇത് അന്വേഷിച്ച സമയത്ത് ഈ യുവതിയുടെ ടവർ ലൊക്കേഷൻ, അതായത് മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ സിറ്റിയിലേക്ക് സഞ്ചരിച്ചതായിട്ടും കാണുന്നില്ല. അതിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുൾപ്പെടെ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് വൈകിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പോലീസ് പറയുന്നത്. ഇതിലിപ്പോൾ വീട്ടുകാരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ മരിക്കുന്നതിന് മുമ്പ് മറ്റൊരാളുമായി ഫോണിൽ സംസാരിച്ചതായിട്ട് ഈ അഭിജിത്തിന്റെ അമ്മൂമ്മ കഴിഞ്ഞ ദിവസം പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കം ഈ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഗൂഢാലോചനയുണ്ടോ, അങ്ങനെ ചില കാര്യങ്ങൾ കൂടി പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, മറ്റു കുടുംബാംഗങ്ങൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് ഈ കേസിൽ അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.